വെൽക്കം ടു ദ ചാനൽ. എൻ്റെ പേര് എബിൻ. നമ്മുടെ ലൈഫിനെ ഉപകാരപ്പെടുത്തുന്ന ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ ചാനലിലൂടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വൈബ് കോഡിംഗ് റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ലവബിൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് കോഡ് ചെയ്യുന്നത് ലവബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഓരോ ദിവസമാണെങ്കിൽ AI ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ChatGPTയിൽ ലവബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് നമുക്ക് നോക്കാം. ലവബിളിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദയവായി നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റും. ഓക്കെ, നോർമലി ഉള്ള ഒരു സാധാരണക്കാർ ലവബിൾ യൂസ് ചെയ്യുന്നവരുടെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഫസ്റ്റ് ഒരു ഐഡിയ കൊണ്ടുവരും, ആ ഐഡിയ നമ്മൾ റിഫൈൻ ചെയ്യും, ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഉണ്ടാക്കും, അതിനുശേഷം ലവബിൾഡ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യും. ഐഡിയ റിഫൈൻ ചെയ്യുകയും ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പിലാണ് ChatGPT, ജെമിനി അല്ലെങ്കിൽ ഗ്രോക്ക് അങ്ങനെയൊക്കെയുള്ള ഈ LLM ടൂൾസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റെപ്പ് ജനറലി ചെയ്യുന്നത് ChatGPT ഓപ്പൺ ചെയ്ത് പ്രോംപ്റ്റിലേക്ക് എത്തിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റ് ക്വസ്റ്റ് ചെയ്യാണ് ലവബിൾഡ് ചെയ്യുന്നത്. ആ ഒരു ഫ്രിക്ഷൻ വലിയൊരു ഫ്രിക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ ഒരു ഫ്രിക്ഷൻ അവർ ഒഴിവാക്കി തന്നിരിക്കുകയാണ്. ഇപ്പം പുതിയ വർക്ക് ഫ്ലോ എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് സ്ക്രീനിലേക്ക് പോയി കാണാം. ആദ്യം ഞാൻ ChatGPT ഓപ്പൺ ചെയ്യാം. ChatGPT 5.1 എൻ്റേത് ഗോ വേർഷൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് കുറേ ആപ്സ് കാണാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ലവബിളും കാണാൻ പറ്റും. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPTയുടെ ചാറ്റ് ഇൻ്റർഫേസിൽ ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യുക. LOV ലവബിൾ വരും. ലവബിൾ വന്നില്ലേ? ഇങ്ങനെ ലവബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്ട് എവർ വി ആർ സെർച്ചിങ് ഇറ്റ് വിൽ ഗോസ് ഇൻ ടു ലവബിൾ. അങ്ങനെയാണ് എൻ്റെ സ്റ്റെപ്പ്. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യാണ്. ഒരു ഐഡിയ എന്ന് പറയുന്നത് ബിൽഡ് എ കൺസ്ട്രക്ഷൻ എക്യുപ്ഡ് ആപ്പ് യു നീഡ് ടു ഗിവ് എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഫോർ ലവബിൾ. സോ അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മാനേജ്മെന്റ് ആപ്പ് എന്നിട്ടൊരു ആപ്പ് റാൻഡമായിട്ട് കൊടുത്തൊരു ഐഡിയ ആണ്. ഇവര് എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽഡ് വണ്ണാണ്. ചെറുതാക്കി ഫ്രണ്ട് എൻഡ് മാത്രമാക്കി നമുക്ക് ചോദിച്ചു നോക്കാം. മേക്ക് ഇറ്റ് ആൻ MVP പ്രോംപ്റ്റ് ആൻഡ് ഓൺലി ഫോക്കസ് ഓൺ ദ ഫ്രണ്ട് എൻഡ്. ഓക്കെ, എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങനെ റിഫൈൻ ചെയ്യുക. എങ്ങനെയാണെന്ന് റിഫൈൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ / അടിച്ച് ലവബിളിലേക്ക് പോവുക. ലവബിൾ സെലക്ട് ചെയ്യുക. ബിൽഡ് ദിസ് ആപ്പ്. ദാറ്റ്സ് ഓൾ. ബിൽഡ് ദിസ് ആപ്പ് എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് വരാൻ പോകുന്നതെന്ന്. ലവബിളിൻ്റെ ഇൻ്റർഫേസ് ChatGPT ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്ത് വരികയാണ്. സോ ChatGPT wants to connect to your lovable. നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കണക്ട് ചെയ്യാതിരുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ കണക്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ലവബിൾ ഇൻ ChatGPT ചോദിക്കുന്നുണ്ട്. മൈ മെയിൽ ID ജസ്റ്റ് അലോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ആ MCP സെർവറിൻ്റെ ഒരു യൂസ് കേസുകളാണ്. അതായത് നമ്മുടെ LLM-ആയിട്ട് നമ്മുടെ ടൂൾസിന് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. ദി ലവബിൾ ഈസ് നൗ കണക്റ്റഡ്. അലോ ലവബിൾ ടു ബിൽഡ് ഫ്രണ്ട് ആൻഡ് MVP ബ്ല 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 ബ്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യുന്നു. സോ ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ. ക്രിയേറ്റിംഗ് യുവർ പ്രോജക്റ്റ്. എനിക്കാണെങ്കിൽ ലവബിളും ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത്. അതുപോലെ പ്രോജക്റ്റ് ID ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് അവർ നമ്മുടെ ഇതിലേക്ക് കൊടുത്തത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഈ ബിൽഡ് ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ ലവബിളും ഇവിടെ പാരലായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. 2 months ഫ്രീ ആയിട്ട് ലവബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലവബിൾ പ്രോയുടെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലവബിളിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഞാനാണെങ്കിലും മറ്റു കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില യൂസ് കേസുകളൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് ക്യാൻവ ആക്സസ് ചെയ്യാം, ഫോട്ടോഷോപ്പ് ആക്സസ് ചെയ്യാം. ആൻഡ് ഫോട്ടോഷോപ്പ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അങ്ങനെ നമുക്കറിയാവുന്ന കുറേ ടൂൾസുകൾ ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കാണെങ്കിൽ ഈ ആപ്സിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഫീച്ചേർഡ്, ലൈഫ് സ്റ്റൈൽ, പ്രൊഡക്ടിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഏതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോ അത് അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഓഫ് കോഴ്സ് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്കത് കൺസേൺ അല്ല എന്നുണ്ടെങ്കിൽ സം ഡേറ്റാസ്, ലാർജ് ഡേറ്റാ സെറ്റ്സ് ഉണ്ട്, അതൊക്കെ സെർച്ച് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പം പെർപ്ലെക്സിറ്റിയിലെ കോമറ്റിൻ്റെ ബ്രൗസറിലാണെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്റ്റിൽ ക്രിയേറ്റിംഗ് യുവർ പ്രോജക്റ്റ് ആണ്. നിയർലി ഒരു 5 minutes എടുത്ത് കാണും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, എക്യുപ്രെൻറ്റ്. നമ്മളത് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. നമുക്ക് ലിങ്ക് കിട്ടും, പ്രിവ്യൂ കാണാൻ പറ്റും. എക്യുപ്മെൻറ്റ് ഓണർ ആണെങ്കിൽ സൈൻ ഇൻ ചെയ്യാം, കോൺട്രാക്ടർ ആണെങ്കിൽ ഇവിടെ സൈൻ ഇൻ ചെയ്യാം. അവർക്ക് സൈൻ ഇൻ പേജ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോഡിലേക്ക് പോകാം. ഓക്കെ, ഞാൻ പ്രിവ്യൂയിലേക്ക് വീണ്ടും പോയിട്ട് ഓക്കെ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം CAT30 എക്സ്കവേറ്റർ ഉണ്ട്, ബുൾഡോസർ ഉണ്ട്. നല്ലൊരു UI, അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു UI. ഫൈൻഡ് എക്യുപ്മെൻറ്റ് സെർച്ച് ചെയ്യാൻ പറ്റും, ബ്രൗസ് ഓൾ എക്യുപ്മെൻറ്റ്സ്.
സോ ഒരു തുടക്കം എന്ന നിലയിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഇത് തന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് തന്നിട്ടുണ്ട്, ബ്രൗസർ എക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, മൈ റെൻ്റൽസ് അത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഹോം പേജിൽ ഒന്നുകൂടെ പോയി കഴിഞ്ഞ് ലോഗ് ഔട്ട് ചെയ്തിട്ട് എക്യുപ്മെൻറ്റ് ഓണറിൽ പോയിട്ട് സൈൻ ഇൻ ആസ് എൻ എക്യുപ്മെൻറ്റ് എന്നിട്ടാലും ഓക്കെ, ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ് വരുന്നത് ആക്ച്വലി. ഓക്കെ, ഇത് ഇദ്ദേഹത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്. എനിക്ക് എക്യുപ്മെൻറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ മൈ എക്യുപ്മെൻറ്റ്സിൽ. സോ ഒരു ഡാഷ്ബോർഡും വന്നിട്ടുണ്ട്, എത്ര എക്യുപ്മെൻറ്റ് ഐഡിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫർദർ അതിനെ എലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലവബിൾ തന്നെ ചോദിക്കാൻ പറ്റും. അതുപോലെ ലവബിളിൽ വിഷ്വൽ എഡിറ്റ്സ് ഉണ്ട്. നമുക്ക് വിഷ്വൽ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നീട് എന്തൊക്കെ റിഫൈൻമെൻ്റ് ഉള്ളത് നമുക്ക് ഇവിടെ ചോദിക്കാം. നമ്മുടെ പ്രൊജക്ട് റെഫറൻസ് ഇതാണ്, അതുകൊണ്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലും ഈ പ്രൊജക്ട് റെഫറൻസ് നമുക്ക് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും ഐട്രേറ്റ് ചെയ്യാം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് തിരിച്ച് നിങ്ങൾ ലവബിൾ തന്നെ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ലവബിളിൻ്റെ വിഷ്വൽ എഡിറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ലവബിൾസിലുണ്ട്. ഇപ്പോൾ ഇത് തന്നെ കണ്ടോ, ഇത് വിഷ്വൽ എഡിറ്റ്സ് ആണ്. ഇപ്പോൾ എനിക്ക് ഇതെന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ ഡെമോ ആപ്ലിക്കേഷൻ, എനിക്കത് വേണ്ട, അത് ഞാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു. ക്ലിക്ക് സൈൻ ഇൻ ടു കണ്ടിന്യൂ അത് മാത്രമാക്കി. അത് മാത്രമല്ല, അതിനകത്ത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ചോദിക്കാൻ പറ്റും. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സോ ഞാനാണെങ്കിൽ വീണ്ടും പ്രിവ്യൂലേക്ക് പോവുകയാണ്. ജസ്റ്റ് സേവ് ചെയ്തു, കൺഫേം സേവ് ചെയ്തു, നോക്കൂ ക്ലിക്ക് ടു സൈൻ ഇൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ChatGPTയിൽ വരികയാണെങ്കിലുള്ള ഒരു ഈസിനെസ്. നിങ്ങൾ ആ പ്രൊമോ കോഡ് ചെക്ക് ചെയ്യുക. പ്രൊമോ കോഡ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് മാസത്തേക്ക് ന്യൂ ഇയർ ഓഫർ കിട്ടും. എന്താണ് നമ്മുടെ കയ്യിലുള്ള ഐഡിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ.